അപ്പം നല്ല വേനൽക്കാലമാണെന്നുണ്ടെങ്കിലും മഴക്കാലമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ മാസവും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ കണ്ട എപ്പം വന്നിറങ്ങിയാലും മഴയാണെങ്കിൽ കൂടി നമുക്ക് ഇത്രയും പച്ചക്കറികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് വിളവൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ നടന്നതായ രീതി, നമ്മൾ രാസവളം ഒന്നും ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ നല്ല ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. പറമ്പിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ വിളവെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വിത്തുകൾ നടണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല വിത്തുകൾ നട്ടാൽ മാത്രം പോരാ, എന്ത് വേണം, അവരെ നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിൽ മാത്രമേ അവർ നന്നായിട്ട് വളരുകയും നന്നായിട്ട് വിളവെടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നല്ല വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇനം വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കത്രികയും ഒരു കൊച്ചു മുറമൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ വിളവെടുപ്പാണ് നമ്മൾ നടത്തുന്നതെങ്കിലും അത് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്, അല്ലേ? ഇപ്പം ഉറക്കത്തിൽ കിടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൃഷി വീഡിയോ കാണുമ്പോൾ നമുക്കും എന്തെങ്കിലും ഒന്ന് നടണമെന്ന് തോന്നും. അങ്ങനെ പലരും പറയാറുണ്ട്, മിനിയുടെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് നടണം എന്ന് തോന്നാറുണ്ട്. അതുപോലെ തന്നെ വർത്തമാനം കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി നമ്മുടെ ഇന്നത്തേക്കുള്ള കറിക്കുള്ളതായ സംഭവമൊക്കെ നമുക്ക് വിളവെടുത്തുകൊണ്ട് വരാം. ആദ്യം തന്നെ നമുക്ക് കുക്കുംബർ വിളവെടുക്കാം. ഒരു സലാഡ് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇപ്പം പോകുന്ന വഴിക്ക് തന്നെ ഏതാണ്ട് വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പം എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നടുവാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാം. ഇവിടെ ആണെങ്കിൽ കുറച്ചാണ്ട് കൂർക്ക നമ്മുടെ ചീവക്കിഴങ്ങ് നട്ടിട്ടുണ്ട് കേട്ടോ. അത് കിളയ്ക്കാറൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു, പട്ട് പോയിട്ടൊന്നുമില്ല, നല്ല പച്ചപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കുക്കുംബറിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിനി കുക്കുംബറിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളി കുക്കുംബറാണ് നിൽക്കുന്നത്. കുക്കുംബറിൻ്റെ കൃഷിയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്നോ വൈറ്റ് കുക്കുംബറാണ് നിൽക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി കുക്കുംബർ. എന്താ ടേസ്റ്റെന്ന് അറിയാമോ? ഇത് നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴേ ഇത് കണ്ടോ, ഏറ്റവും അടിഭാഗത്ത് നമ്മുടെ കുക്കുംബർ എത്ര എണ്ണം പിടിച്ചെന്നറിയാമോ? പല ടൈപ്പിലുള്ള കുക്കുംബർ ഉണ്ട് കേട്ടോ. കുക്കുംബർ വെച്ചപ്പം തന്നെ നമ്മുടെ മുറം നിറഞ്ഞല്ലോ. ഇനിയും നിപ്പുണ്ടേ, അതോടെ വിളവെടുക്കട്ടെ. ഇനി ഇവിടെ എല്ലാം നിപ്പുണ്ടേ. എന്തായാലും ഇങ്ങ് എടുക്കാം. ഒരുപാട് മൂത്ത് പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മളിതൊക്കെ വിളവെടുക്കണം, അല്ലെങ്കിൽ അരി വെച്ചാൽ പിന്നെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇവിടെയൊക്കെ നിപ്പുണ്ട് കേട്ടോ. കുഞ്ഞു ചെടിയാണ്. ഇതിന് വളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇനിയിപ്പം കുക്കുംബർ വെച്ച് തന്നെ നമ്മുടെ മുറം നിറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി അടുത്തടുത്തോട്ട് പോകുമ്പോൾ എന്നാലും പോകാൻ നമുക്ക് അമരയ്ക്ക നിപ്പുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 7-8 മൂട് നമ്മുടെ സാമ്പാർ അമര നട്ടിട്ടുണ്ട്. സാമ്പാർ അമരയൊക്കെ ഇഷ്ടം പോലെ പിടിക്കുന്ന സമയമാണ്. അപ്പോൾ നടാത്തരൊക്കെ ഉണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കുക. ഇതിൻ്റെ വിത്തുകളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം എന്താ ഇവിടെ നിന്ന് അടിഭാഗത്തുനിന്നേ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. കണ്ടോ, നിൽക്കുന്നുണ്ടോ? കണ്ടേ, മണ്ണിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത്. ഓക്കെ, നല്ല നീളമുള്ളത്. ഇതൊക്കെ ഇനി ആയി വരുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ ഇവിടെ ഒരു കൊല തന്നെ ഉണ്ട്, ഇഷ്ടംപോലെ പിടിച്ച് വരുന്നത്. നമുക്ക് അടുത്തടുത്ത് നിൽപ്പുണ്ടേ. ഇതെല്ലാം കൂടെ അങ്ങ് പിച്ചാലോ. അടുത്ത സ്ഥലത്തുനിന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ മണ്ട അങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു. നമ്മുടെ ബ്രൂണോ ഒക്കെ പോയപ്പോൾ ഉണ്ടല്ലോ, ചെയിൻ കുരുങ്ങിയാന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെ അത്രയേ ഉള്ളെങ്കിലും അതിനകത്ത് നിറയെ അങ്ങ് പിടിച്ചിരിക്കുക, കണ്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളത് കട്ട് ചെയ്തെടുക്കാം. വളർന്ന് വരുന്നതേ ഉള്ളൂ അത്. വളരട്ടെ അവിടെ നിന്ന്. ഇനി അടുത്തതെന്ന് വെച്ചാൽ അതൊക്കെ വളർന്ന് വരുന്നതേ ഉള്ളൂ.
ഞാൻ ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ടേ, അതിൽ നിന്ന് വെച്ച്. ഇതെല്ലാം നമ്മളിതിലൊരു 10 എണ്ണമെങ്കിലും നടണം, എങ്കിലേ ഇതേപോലെ വന്ന് മാറി മാറി ഓരോന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള അമരയ്ക്ക തോരനായിട്ടുണ്ട്. കണ്ടോ, ഓരോന്നും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പം കുറച്ച് അമരയ്ക്കയും കൂടെ ഇവിടെ നിൽപ്പുണ്ട്, അവിടെ ഇവിടെയായിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതുകൂടെ വിളവെടുക്കാം. അപ്പം നമ്മുടെ പാത്രമൊക്കെ മാറ്റി കേട്ടോ. നമ്മുടെ ചെറിയ മുറമായിരുന്നല്ലോ കൊണ്ടുവന്നത്. ചെറിയ മുറത്തിനകത്ത് കീര ഇട്ടപ്പോഴത്തേക്ക് അങ്ങ് നിറഞ്ഞുപോയി. അതിനുള്ള അമരയ്ക്കയെല്ലാം ഇനി വിളവെടുക്കാം. ഉണ്ടോ, അമരയ്ക്കയായി, കീരയായി. ഇനി അടുത്ത് നമുക്ക് വെണ്ടയ്ക്കയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമുക്കിനി അടുത്ത വെണ്ടയ്ക്കയാണ് വിളവെടുക്കാനുള്ളത്. കുറേ പ്രാവശ്യം നമ്മൾ വിളവെടുത്തു, എന്നാലും എപ്പം വന്നാലും നമുക്ക് വെണ്ടയ്ക്ക കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ വെണ്ടയ്ക്ക അങ്ങ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല അടിപൊളി വെണ്ടയ്ക്കയാണേ. നോക്കിക്കേ, സൂപ്പർ വെണ്ടയ്ക്ക. ഇങ്ങോട്ടെല്ലാം നിപ്പുണ്ട്. ഇത് പഴയ വെണ്ടയാണ്, എന്നാലും അതിനകത്ത് എപ്പോഴും പിടിക്കുന്നുണ്ട്. അത് മൂത്തു. നല്ല സൂപ്പർ വെണ്ടയ്ക്ക നമുക്ക് പാത്രത്തിൽ കൊണ്ടുവന്ന് ഇടാം. കണ്ടില്ലേ, അപ്പം നമ്മൾ വിളവെടുക്കുക. പിന്നെ നമുക്ക് വിത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തിന് 2 എണ്ണം നിർത്തിയേക്കണം. അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ നട്ടുകൊണ്ടേയിരിക്കാം. ഒരെണ്ണമെങ്കിലും നിർത്തിയിരുന്നാൽ മതി. അപ്പോൾ കണ്ട് ഇതൊക്കെ മുറ്റിപ്പോയി. സമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെണ്ടയ്ക്ക അങ്ങ് മുറ്റിപ്പോവും. വെണ്ടയ്ക്കയിലൊക്കെ ദ്രുതവാട്ടം പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. നിൽക്കുന്ന നിപ്പിൽ തന്നെ വാടിപ്പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട് ഈ വെണ്ടയ്ക്കൊക്കെ. അപ്പം അതിനകത്ത് നമ്മുടെ കഞ്ഞി വെള്ളത്തിനകത്ത് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അത് കലക്കി കൊണ്ടുവന്ന് ഒഴിക്കാമെന്നുണ്ടെങ്കിൽ അദ്രുതവാട്ടം മാറിക്കിട്ടും. അതൊക്കെ നമ്മൾ പണ്ടേ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതൊക്കെ. വിളവെടുക്കാൻ വരുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷവും ഒരു സന്തോഷവും ഒരു സ്പീഡും ഒക്കെയാണ്. കണ്ടോ, ശിഖരങ്ങളൊക്കെ പൊട്ടിയിട്ട് അതിനകത്തും ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതിനി കൊണ്ടിടാം. ഇനിയും നിൽപ്പുണ്ടേ. ഇനി നമുക്ക് കുറച്ച് വഴുതനയാണ്. നമ്മുടെ എന്താണ് വയലറ്റ് ലോങ് വഴുതനയാണ്. അപ്പം പല ടൈപ്പിലുള്ളതായ വഴുതനയൊക്കെ ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഹരിത വഴുതനയുണ്ട്, സൂര്യവഴുതനയുണ്ട്, വയലറ്റ് ലോങ് ഉണ്ട്. അങ്ങനെ കുറേ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ നേരത്തെ ഉള്ള വഴുതനയാണ്. ഇത് ഹരിതയാണ്. ഇതിൻ്റെ പിടുത്തം കഴിഞ്ഞ് നിൽക്കുക, എന്നിട്ടും പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയും കുറച്ച് നിൽപ്പുണ്ട്, അതും കൂടെ എടുക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് കുറച്ച് വഴുതന നിൽപ്പുണ്ട്. അതും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. മതി, ഇനി നിൽക്കുന്നതൊക്കെ ചെറുതാണ്. ഇനി അടുത്ത പച്ചമുളകിൻ്റെ അടുത്തോട്ട് പോവുക. കിട്ടുന്ന നമ്മുടെ പാത്രത്തിൽ കൊണ്ട് നമുക്ക് ഇടാം. ഇനി അടുത്ത് നമുക്ക് കുറച്ച് മുളക് പിച്ചണം. ഇച്ചിരി തക്കാളി നിൽപ്പുണ്ടേ. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കുറേ പച്ചമുളക് നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് നമ്മൾ തന്നെ അങ്ങ് നട്ടുപിടിപ്പിക്കുക. കണ്ടോ, നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് എങ്ങനെ നട്ടുപിടിപ്പിക്കാമെന്നും അതിനകത്ത് ഒരു ഇലയൊക്കെ ഇടുന്നതും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം. നിങ്ങളത് കണ്ടിട്ട് അതേപോലെ കൃഷി ചെയ്യുക കേട്ടോ. ഇല എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയാണേ. നല്ല മുട്ടൻ അടിപൊളി മുളകാണ്. ഇപ്പോൾ ഒരു 10-15 മൂട് നമ്മൾ നടാന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണക്കി പൊടിക്കാനും കൂടെ പറ്റും. ഇഷ്ടംപോലെ പിടിക്കുകയെന്നുണ്ടെങ്കിൽ.
അപ്പം ഞാൻ അത്യാവശ്യം മാത്രമേ വിളവെടുക്കുന്നുള്ളൂ, കൂടുതലെടുക്കുന്നില്ല. അവിടെ നിൽക്കട്ടെ. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പം വന്ന് എടുത്താൽ മതിയല്ലോ. കണ്ടോ, സുന്ദരി കുട്ടികൾ, എന്ത് രസമാണ് കാണാനവരെ. നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ എടുക്കാം. എന്ത് സന്തോഷം എത്രയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ. ബായ്, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ തലമുറയിലെ തക്കാളിയാണ് തീരാറായി, വിളവെടുപ്പൊക്കെ കഴിയാറായി. അവസാനം ഉണ്ടായത് വളരെ ചെറുതാണ്. എന്നാലും ആവട്ടെ, ചെറുതാണെങ്കിൽ പോലും നമ്മൾ ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് നമുക്ക് കിട്ടുന്നത് അത് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യമല്ല. യാതൊരു രാസവളവും നമ്മൾ കൊടുക്കാതാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. അതുകൊണ്ട് എത്രയും അങ്ങ് പന്നലായി പോയെങ്കിലും തക്കാളി ഇങ്ങനെ പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട, കുറച്ച് നാളും കൂടെയൊക്കെ അവരിവിടെ നിന്ന് നമുക്ക് വിളവ് തരും. അപ്പം നല്ല വേനൽക്കാലമാണെന്നുണ്ടെങ്കിലും മഴക്കാലമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ മാസം എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ കണ്ട എപ്പം വന്നിറങ്ങിയാലും മഴയാണെങ്കിൽ കൂടി നമുക്ക് ഇത്രയും പച്ചക്കറികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കടയിലൊന്നും പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കാം. വെറുതെ മടി പിടിച്ചിരിക്കാതെ ഇങ്ങനെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ഉഷാറല്ലേ, നല്ലൊരു എക്സസൈസും ആവും, നമുക്ക് നല്ല പച്ചക്കറികളും ആവും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഗ്രോ ബാഗും നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ കൊടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം www.minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനും വിത്തുകൾ, ഗ്രോ ബാഗുകൾ, അതുപോലെ തന്നെ ഇനി ഇഞ്ചി, മഞ്ഞൾ, കൂവ, പൊന്നാങ്കണ്ണി ചീര, കസ്തൂരി മഞ്ഞൾ, അങ്ങനെയുള്ളതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.